യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്ത സതീശൻ INTUCയെയും പാട്ടിലാക്കും. കോൺഗ്രസ് ഭരണം കയ്യിലാക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുന്നതുവരെ കോൺഗ്രസിൽ കാര്യമായ അണികളോ ഗ്രൂപ്പുകളുടെ പിന്തുണയോ ഇല്ലാത്ത നേതാവായിരുന്നു VD സതീശൻ. നിയമസഭയ്ക്കുള്ളിലെ മികച്ച പ്രകടനം കൊണ്ട് മാത്രം ശ്രദ്ധ നേടിയിരുന്ന MLA. എന്നാൽ അധികാരം ലഭിച്ചതോടെ സതീശൻ കളം മാറ്റി. നിർണായക സ്ഥാനങ്ങളിലെല്ലാം തനിക്ക് വേണ്ടപ്പെട്ടവരെ വാഴിച്ചു. ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ട് മാത്രം കോൺഗ്രസിൽ ആളായി നിന്നവരെയെല്ലാം ഒതുക്കി മൂലക്കിരുത്തി. സതീശന്റെ ഈ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് 1.5 പതിറ്റാണ്ടിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് നഷ്ടമായി. ആ കസേരയിലേക്ക് എത്തിയത് സതീശന്റെ നോമിനിയായ OJ ജനീഷാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞ ശേഷം AI ഗ്രൂപ്പുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിനായി ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. KM അഭിജിത്ത്, അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ ഇങ്ങനെ നിരവധി പേരുകൾ പ്രസിഡന്റ് സ്ഥാനത്തിനായി മത്സരിച്ചു. എന്നാൽ 1.5 മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ സ്ഥാനം സതീശന് സ്വന്തം പോക്കറ്റിലാക്കി. വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമുണ്ടാക്കി ബിനു ചുള്ളിയിലിനെയും നിയമിച്ചു. അഭിജിത്ത്, അബിൻ വർക്കി എന്നിവരെ ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു. ഇതോടെ എല്ലാം പരിഹരിച്ചു എന്ന കണക്ക് കൂട്ടലിലാണ് സതീശനും സംഘവും. നേരത്തെ തന്നെ KSU പ്രസിഡന്റ് സ്ഥാനം സതീശൻ തന്റെ കസ്റ്റഡിയിലാക്കിയിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സതീശനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളാണ്. ഗ്രൂപ്പ് സമവാക്യത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിലും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തയും സതീശനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ്. ഇതോടെ സംസ്ഥാന കോൺഗ്രസിലെ പോഷക സംഘടനകളെല്ലാം സതീശന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഇനിയുള്ള പോഷക സംഘടന INTUC ആണ്. നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വവും INTUCയും 2 തട്ടിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സതീശനോടുള്ള സമീപനം ആ രീതിയിലല്ല. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ സതീശനുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന നേതാവാണ്. സതീശനെ INTUC വേദികളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് പറഞ്ഞ ചില നേതാക്കൾ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സതീശൻ ശ്രദ്ധ ചെലുത്തുന്നത് പാർട്ടിയിൽ കരുത്തനാകാനാണ്. അതിന്റെ ഭാഗമാണ് ഈ പോഷക സംഘടനകളെല്ലാം വേണ്ടപ്പെട്ടവരുടെ നിയന്ത്രണത്തിലാക്കുന്നത്. ഈ കരുത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ അനുയായികൾക്ക് പരമാവധി സീറ്റ് ഉറപ്പിക്കുകയാണ് സതീശന്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളും പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നിയമനത്തോടെ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അമർഷവും കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.